ഹായ് ലേണേഴ്സ്. അപ്പോ ഇന്ന് നമുക്ക് നമ്മളുടെ സെയിൽസ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങാം അല്ലെ. അപ്പം ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സെയിൽസ് മാനേജ്മെന്റിലെ ഫസ്റ്റ് യൂണിറ്റ്, അതായത് സെയിൽസ് മാനേജ്മെന്റ് റോൾ, നേച്ചർ ആൻഡ് എത്തിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് ദ സെയിൽസ് മാനേജ്മെന്റിന്റെ നേച്ചർ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് സെയിൽസ് മാനേജ്മെന്റ്, റോൾ ഓഫ് സെയിൽസ് ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, then sales management and formulation of sales strategies, and finally managing ethics in sales management. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കൂടി കവർ ചെയ്യാനായിട്ടുള്ളത്. ചെറിയൊരു യൂണിറ്റ് ആണ്, നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ള എന്താ, നേച്ചർ ഓഫ് സെയിൽസ് മാനേജ്മെന്റ്. അപ്പൊ നമുക്കറിയാലേ സെയിൽസ് മാനേജ്മെന്റ്, നമ്മളുടെ പേപ്പർ തന്നെ അതാണ്, സെയിൽസ് മാനേജ്മെന്റ് ആണ്. സോ എന്താണ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സെയിൽസ് എന്താണെന്ന് അറിയാം അല്ലെ. സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്, ഒരു ഓർഗനൈസേഷനിൽ അവിടെ നടക്കുന്ന സെയിൽസിനെ മാനേജ് ചെയ്യുവാണ് അല്ലെ. ആ ഒരു സെയിൽസിനെ മാനേജ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു സെല്ലിംഗ് ടെക്നിക്സ് റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ ആ സെയിൽസ് പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടോ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു വൈഡ് ഏരിയ ആണ് നമ്മളുടെ സെയിൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സെയിൽസ് മാനേജ്മെന്റിന്റെ നേച്ചർ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നേച്ചർ ഓഫ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ബേസിൽ കൂടി കോംപ്രഹെൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ എന്തൊക്കെയാണ്. ഇറ്റ്സ് ഇന്റഗ്രേഷൻ വിത്ത് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ അല്ലെ. അതായത് സെയിൽസ് മാനേജ്മെന്റും മാർക്കറ്റിംഗ് ഫംഗ്ഷനും തമ്മിലുള്ള ഇന്റഗ്രേഷൻ. മാർക്കറ്റിംഗ് എന്താന്ന് നമുക്കറിയാം. അപ്പൊ ഈ മാർക്കറ്റിംഗും സെയിൽസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പൊ ഈ മാർക്കറ്റിംഗും സെയിൽസും തമ്മിലുള്ള ഒരു ഇന്റഗ്രേഷൻ. അതുപോലെ തന്നെ സെയിൽസ് മാനേജ്മെന്റിന്റെ സ്കോപ്പ്, അതായത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ ആപ്ലിക്കബിൾ ആണ്. റോൾ ആൻഡ് സ്കിൽസ് ഓഫ് സെയിൽസ് പേഴ്സണൽസ്, അതായത് സെയിൽസ് പേഴ്സണൽസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും, ആ ഒരു കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ അല്ലെ. ആ ഒരു സെല്ലിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ സെയിൽസ് പേഴ്സണൽസ്. സോ ആ ഒരു സെയിൽസ് പേഴ്സണൽസിന്റെ റോൾസും സ്കിൽസും, ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ട് കവർ ചെയ്യുമ്പോഴാണ് ഈ ഒരു സെയിൽസ് മാനേജ്മെന്റിന്റെ നേച്ചർ നമുക്ക് മനസ്സിലാവുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇന്റഗ്രേഷൻ വിത്ത് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, സ്കോപ്പ് ഓഫ് സെയിൽസ് മാനേജ്മെന്റ് ആൻഡ് റോൾസ് ആൻഡ് സ്കിൽസ് ഓഫ് സെയിൽസ് പേഴ്സണൽസ്. അപ്പൊ നോക്കുവാണെങ്കിൽ ഒരു സെയിൽസ് മാനേജ്മെന്റിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ടാർഗറ്റഡ് സെയിൽസ് വോളിയത്തിലോട്ട് എത്തിച്ചേരുക അല്ലെ. ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോലിക്ക് കയറുവാണെങ്കിൽ ഓരോ ടാർഗറ്റുകൾ കാണും. ഇപ്പൊ ഇത്ര രൂപയുടെ സെയിൽസ്, അല്ലെങ്കിൽ ഈ ഒരു മന്തില് ഒരു 1 lakhന്റെ സെയിൽ നടത്തണം എന്ന് അവർക്കൊരു ടാർഗറ്റ് കാണും. അപ്പൊ ആ ഒരു ടാർഗറ്റിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. സോ ആ ഒരു സെയിൽസ് മാനേജ്മെന്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കും, ടാർഗറ്റഡ് സെയിൽസ് വോളിയം അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ദെൻ ഈ ഒരു കാര്യത്തില്, അല്ലെങ്കിൽ ഈ ഒരു സെയിൽസ് മാനേജ്മെന്റില് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും, സെയിൽസ് മാനേജേഴ്സ് ആയിരിക്കും അല്ലെ. നമുക്ക് ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. സെയിൽസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവിടുത്തെ ഒരു ഹെഡ് കാണും. സെയിൽസ് മാനേജർ ഉണ്ട്, പർച്ചേസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട് അല്ലെ. സോ സെയിൽസ് മാനേജേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് മാനേജ്മെന്റിന്റെ ടോപ്പിലിരിക്കുന്ന ആള്. സോ അവർക്കായിരിക്കും കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. സോ sales managers are also responsible for achieving market share and sales growth related goals. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുക, അതായത് മാർക്കറ്റിലെ ഒരു നല്ല ഭാഗവും നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റുകൾക്ക് സ്ഥാനം പിടിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്ത് റിലേറ്റഡ് ഗോൾസ് ഉണ്ട് അല്ലെ, നമ്മളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യിക്കാൻ നോക്കാം. സോ അതൊക്കെ ആരുടെ എയിമാണ്, സെയിൽസ് മാനേജേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ ദേ ആർ ഇൻവോൾവ് ഇൻ സെറ്റിംഗ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ സെയിൽസ് മാനേജേഴ്സും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 3 ലെവൽസ് ഓഫ് സെയിൽസ് മാനേജേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. അതായത് ഒരു ഓർഗനൈസേഷനിൽ ടിപ്പിക്കലി 3 ലെവൽസ് ഉണ്ട്. സെയിൽസ് മാനേജേഴ്സിന്റെ 3 ലെവൽസ് പറയുന്നുണ്ട്. ഏതൊക്കെ ലെവലാണ്? ടോപ്പ് ലെവൽ ഉണ്ട്. ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ലെവൽ ആയിരിക്കും. ദെൻ മിഡിൽ ലെവൽ ആൻഡ് ഓപ്പറേഷണൽ, അതായത് മിഡിൽ ലെവലിലുള്ള ആൾക്കാർ. ഫസ്റ്റ് ലെവൽ സെയിൽസ് മാനേജേഴ്സ്. ഇങ്ങനെ 3 സെയിൽസ് മാനേജേഴ്സിനെ തന്നെ നമ്മൾ ഈ ഒരു 3 ലെവൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ഫസ്റ്റ് ലെവൽ സെയിൽസ് മാനേജേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ള എന്താ, എവല്യൂഷൻ ഓഫ് സെയിൽസ് മാനേജ്മെന്റ്. ഈ പറഞ്ഞ സെയിൽസ് മാനേജ്മെന്റിന്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്, ഒരു സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടേം നമ്മളുടെ എക്കണോമിയിലോട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മാർക്കറ്റിലോട്ട് എങ്ങനെയാണ് ഈ സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടേം വന്നത്, ഒരു എവല്യൂഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ
ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിൽ അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡിന് മുന്നേ. സോ പ്രീ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡില് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരുന്നു അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ എന്റർപ്രൈസസ് ആയിരുന്നു നമ്മളുടെ എക്കണോമിയെ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അതായത് ചെറിയ എന്റർപ്രൈസ് ഉണ്ടല്ലോ, ചിലപ്പോൾ 1 പേഴ്സൺ ആയിട്ട് നിൽക്കുന്ന, ഇപ്പൊ ഓൺടർപ്രണേഴ്സോ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സുകളില്ലേ, സോ അതൊക്കെ ആയിരുന്നു ഈ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പീരീഡില് ഉണ്ടായിരുന്നത്. സോ ആ ഒരു ടൈമിൽ സെല്ലിംഗ് എന്ന് പറയുന്നത് അവർക്കൊരു ഇഷ്യൂവേ അല്ലായിരുന്നു. കാരണം ഒരാള് മീൻസ് ഇപ്പം എല്ലാവരും ചെറിയ എന്റർപ്രൈസസ് ആകുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഒക്കെ കുറവായിരിക്കും അല്ലേ. സോ സെല്ലിംഗ് അവർക്കൊരു ഇഷ്യൂ അല്ലായിരുന്നു. സോ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, in most firms a single person supervised all the business functions. അതായത് ആ ഒരു പീരീഡിൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഫംഗ്ഷൻസും സൂപ്പർവൈസ് ചെയ്ത ആരാണ്, ഒരു ഒറ്റ പേഴ്സൺ അല്ലെ, സിംഗിൾ പേഴ്സൺ ആണ് അതെല്ലാം സൂപ്പർവൈസ് ചെയ്തിരുന്നത്. അതായത് മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, സെല്ലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പർച്ചേസിങ്ങോ പ്രൊഡക്ഷനോ ഫിനാൻസ് റിലേറ്റഡ് ആസ്പെക്ട്സോ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്തിരുന്നത് സിംഗിൾ പേഴ്സൺ ആയിരുന്നു. Then initially separate functional departments were established to take care of various business problems. അതായത് ആ ഒരു പയ്യെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരാൻ തുടങ്ങി അല്ലെ. ബിസിനസിന്റെ ഡിഫറെന്റ് ഏരിയാസിൽ ബിസിനസിന്റെ പ്രോബ്ലം വരുമ്പോൾ ഒരു സിംഗിൾ പേഴ്സണെയും കൊണ്ട് അതെല്ലാം സൂപ്പർവൈസ് ചെയ്യാന്നുള്ളത് എന്താണ്, പ്രാക്ടിക്കൽ അല്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സെപ്പറേറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് വന്നു. അങ്ങനെ ആ ഒരു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് സെയിൽസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് എന്തായി, ആ ഒരു ഏരിയയെ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരാൻ തുടങ്ങി. New departments were organized to carry out specialized tasks such as advertising, marketing research, export, sales, promotion. തന്നെയാണ് ഈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഗ്രാജുവലി അങ്ങനെയാണ് ഡെവലപ്പ് ആയിട്ട് വന്നത്. സോ അതാണ് ആ ഒരു എവല്യൂഷൻ ഓഫ് സെയിൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് റോൾ ഓഫ് സെയിൽസ് ഫംഗ്ഷൻ ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് ഈ ഒരു സെയിൽസ് ഫംഗ്ഷൻ ഉള്ള, അല്ലെങ്കിൽ മാർക്കറ്റിംഗും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് തന്നെ പഠിക്കാം അല്ലെ. സോ നോക്കിയേ, marketing is a dynamic and much wider concept than selling, and the focus is on the customer rather than the product. ഇപ്പൊ ഈ ഒരു മാർക്കറ്റിംഗും സെല്ലിങ്ങും നമ്മൾ ഡിഫറെന്റ് ആസ്പെക്റ്റിൽ ഒന്ന് എടുത്തു നോക്കിയേ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡർ കോൺസെപ്റ്റ് ആണ്, സെല്ലിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നാരോ കോൺസെപ്റ്റ് ആണ്. അതായത് റീസൺ എന്താ, ആ ഒരു എന്താ പറയാ റീസൺ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തിലാണ് ഫോക്കസ് കൊടുക്കുന്നത്, കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്. പക്ഷേ ഇവിടെ സെല്ലിംഗ് എന്ന് പറയുന്നതോ പ്രോഡക്റ്റ് ഫോക്കസ്ഡ് ആണ് അല്ലെ. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിനെ റീറ്റൈൻ ചെയ്യാനും ആ ഒരു കസ്റ്റമറുടെ നീഡ്സ് അനുസരിച്ചിട്ട് കൊടുക്കാനാണ്. പക്ഷെ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും നമുക്ക് സെയിൽ ചെയ്യണം, ആ ഒരു ഫോക്കസ് ആയിരിക്കും സെല്ലിങ്ങിലോട്ട് വരുമ്പോൾ. സോ സെല്ലിംഗ് ഹാസ് എ പ്രോഡക്റ്റ് ഫോക്കസ് ആൻഡ് ഈസ് മോസ്റ്റ്ലി പ്രൊഡ്യൂസർ സെന്റേർഡ്. സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ സെന്റേർഡ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. അതായത് മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ് സെല്ലിംഗ് അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വൈഡർ കോൺസെപ്റ്റ് ആണ്. മാർക്കറ്റിംഗിൽ തന്നെ സെല്ലിംഗ് വരും, അഡ്വർടൈസിംഗ് വരും, സെയിൽസ് പ്രൊമോഷൻസ് വരും, എല്ലാം നമ്മുടെ മാർക്കറ്റിംഗിന്റെ അകത്ത് വരുന്ന ആസ്പെക്ടുകളല്ലേ. സോ അപ്പൊ ഈ സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. സോ ദ കീ ഫോക്കസ് ഓഫ് എനി സെയിൽസ് ആക്ടിവിറ്റി ഈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ത്രൂ ഇൻക്രീസ് ഇൻ സെയിൽസ് ആക്ടിവിറ്റി. അപ്പൊ ഈ ഒരു സെയിൽസ് ആക്ടിവിറ്റീസിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, മാക്സിമം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക. ഇത് രണ്ടുമായിരിക്കും സെയിൽസിന്റെ അൾട്ടിമേറ്റ് എയിം. പക്ഷെ മാർക്കറ്റിംഗിന്റെ അങ്ങനെയല്ല. മാർക്കറ്റിംഗിലോട്ട് വരുമ്പോൾ ഒരു വൈഡർ റീച്ച് അല്ലേ, നമ്മളുടെ പ്രൊഡക്റ്റിന് ഒരു വൈഡർ റീച്ചോ അല്ലെങ്കിൽ നമുക്കൊരു വൈഡർ മാർക്കറ്റ് ഷെയറോ മാർക്കറ്റിൽ നമുക്കൊരു ബേസോ ഒക്കെ ബിൽഡ് ചെയ്യാനും കൂടിയാണ് ഈ ഒരു മാർക്കറ്റിംഗ് വന്നിട്ടുള്ളത്. സോ അതാണ് നമ്മളുടെ സെയിൽസും മാർക്കറ്റിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസസ്. വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മീറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക അല്ലെ. കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൺസ്യൂമേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ എത്തിക്കുക. അതായിരിക്കും മാർക്കറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. The task commences with identifying consumer needs and lasts till feedback on consumer satisfaction after the product consumption is received. എന്താ പറഞ്ഞേക്കുന്നേ, മാർക്കറ്റിംഗിന്റെ ടാസ്ക് തുടങ്ങുന്ന എവിടെയാണ്, ആ ഒരു കൺസ്യൂമറുടെ നീഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് തൊട്ട് അവിടം തൊട്ട് ആ കൺസ്യൂമർ ആ ഒരു പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ച് ഫീഡ്ബാക്ക് നമ്മളിൽ എത്തിക്കുന്നത് വരെയാണ് ആ ഒരു മാർക്കറ്റിംഗ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ലോങ് ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ. ലോങ് ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും,
പ്രോഡക്റ്റ് ക്രിയേഷൻ, പാക്കേജിംഗ്, പ്രൊമോഷൻ, പ്രൈസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെല്ലിംഗ്, ഇതെല്ലാം മാർക്കറ്റിംഗിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കാണാം അല്ലെ, സെല്ലിംഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഒരു ആസ്പെക്ട് ആണ്. സോ അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിനകത്ത് വരുന്ന ഒരു ടേം മാത്രമാണ്. മാർക്കറ്റിംഗ് ആണ് വൈഡർ ആസ്പെക്ട് ആൻഡ് സെല്ലിംഗ് ഈസ് നാരോ കോൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. ഇനി സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേഷൻ ആണ്. എങ്ങനെയാണ് ഒരു സെയിൽസ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്? സോ key decision areas in sales management which are particularly relevant to sales strategy formulation. സെയിൽസ് സ്ട്രാറ്റജി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്കറിയാം ഒരു സെയിൽസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വേണം നമ്മളുടെ സെയിൽസ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എത്ര സെയിൽ നടത്തണം, ഏതൊക്കെ രീതിയിൽ നടത്തണം, അതൊക്കെ നമ്മുടെ സെയിൽസ് സ്ട്രാറ്റജിയിൽ വരുന്നതാണ്. അപ്പൊ ഈ ഒരു സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ ഈ ഏരിയാസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഈ ഏരിയാസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വേണം ഈ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് സെയിൽസ് പേഴ്സണൽ റിക്വയർഡ്, അതായത് എത്ര സെയിൽസ് പേഴ്സണൽസിനെ വേണം, അവരുടെ ക്വാളിറ്റി എത്ര ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ സെയിൽസ് ഫോഴ്സ്, അല്ലെ, എത്ര പേര് വേണം, എത്ര എണ്ണം വേണം, അല്ലെ, സെയിൽസ് പേഴ്സണൽ എന്ന് പറയുന്നത് എത്ര പേര് വേണം. അതുപോലെ ഓർഗനൈസേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതായത് ടോപ്പ് ലെവലിൽ ആരെ വെക്കണം, മിഡിൽ ലെവലിൽ ആരെ വെക്കണം, അതെല്ലാം ആ ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷനിൽ വരുന്നതാണ്. ടെറിട്ടറി ഡിസൈൻ ആണ്, അല്ലെ, ഓരോരുത്തർക്കും ഡിഫറെന്റ് ഏരിയാസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് ട്രെയിനിങ് പ്രൊസീജിയർ, നമ്മൾ ഈ പറഞ്ഞ സെയിൽസ് പേഴ്സണൽസിന്റെ റിക്രൂട്ട്മെന്റും ട്രെയിനിങ് പ്രൊസീജിയേഴ്സും ഒക്കെ എങ്ങനെ വേണം. ദെൻ ഫൈനലി ടാസ്ക് അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡിഫറെന്റ് ടാസ്കുകൾ ഇവർക്ക് ആർക്കൊക്കെ ഏതൊക്കെ ജോലികൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ കോമ്പൻസേഷൻ ഓഫ് സെയിൽസ് ഫോഴ്സിന്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് പേഴ്സണിന് കൊടുക്കുന്ന സാലറി ആണല്ലേ, അവരുടെ സാലറിയാണ് അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ. അപ്പൊ ഈ പറഞ്ഞ സെയിൽസ് ഫോഴ്സിന് എത്ര കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതായത് പെർഫോമൻസ് അപ്രൈസൽ ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരുടെയും പെർഫോമൻസിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നതാണ്, അല്ലെ. ദെൻ ഫീഡ്ബാക്ക് മെക്കാനിസം ടു ബി അഡോപ്റ്റഡ്, ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. പല രീതിയിലുള്ള മെക്കാനിസം ഉണ്ട്, അല്ലെ. ദെൻ മാനേജിങ് ചാനൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദെൻ കോർഡിനേഷൻ വിത്ത് അതർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സിൽ തമ്മിലുള്ള കോർഡിനേഷൻസ്. ഈ ഏരിയാസിലെല്ലാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് ഒക്കെയാണ് ഈ പറഞ്ഞ കീ ഡിസിഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പം സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള കീ ഡിസിഷണൽ ഏരിയാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനിയാണ് നമുക്ക് ഈ ഒരു സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ്സിനെ നോക്കാനുള്ളത്. സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം 3 steps ആയിട്ടാണ് അല്ലെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞേ? മാക്രോ എൻവയോൺമെന്റ് അനാലിസിസ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് അനാലിസിസ് ആണ്. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും ഒക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചതാണ്. സോ മാക്രോ എൻവയോൺമെന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ബിസിനസിന് പുറത്തുള്ള ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുവാണ്. അതായത് സോഷ്യൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സിനെയൊക്കെ അനലൈസ് ചെയ്യണം. ദെൻ assessment of the competitive situation and the corporate goals to determine the output that sales management is expected to give. അതായത് ഈ ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ എത്രയാണെന്ന് അസസ് ചെയ്യണം. അതുപോലെ കോർപ്പറേറ്റ് ഗോൾസ് ഡിറ്റർമൈൻ ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ്. അതനുസരിച്ചിട്ട് വേണം അവർക്ക് എന്ത് തീരുമാനിക്കാനായിട്ട്? ആ ഒരു സെയിൽസ് ടാർഗറ്റ് തീരുമാനിക്കാൻ. ദെൻ മാർക്കറ്റ് അനാലിസിസ്, അവർ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്ന അവർ എയിം ചെയ്യുന്ന മാർക്കറ്റ്, ആ മാർക്കറ്റിനെയും അനലൈസ് ചെയ്യണം. Then step 2 വരുമ്പോഴോ define sales management objectives in terms of delivering these outputs for quantitative and qualitative. അതായത് സെയിൽസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. സ്റ്റെപ്പ് 2 വരുമ്പോൾ സെയിൽസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുവാണ് ഇൻ ടേംസ് ഓഫ് ഡെലിവറിംഗ് ദീസ് ഔട്ട്പുട്സ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ക്വാളിറ്റേറ്റീവ് ആയിട്ടും ഈ ഔട്ട്പുട്സിനെ ഡെലിവർ ചെയ്തുകൊണ്ട് ഈ സെയിൽസ് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുവാണ്. തേർഡ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഡിസൈൻ സെയിൽസ് സ്ട്രാറ്റജി ബൈ ഡിസൈഡിങ് അപ്പോൺ, അതായത് സെയിൽസ് സ്ട്രാറ്റജി എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. ഈ സെയിൽസ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ബേസിലാണ്? നമ്മൾ കുറച്ചു മുന്നേ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു? ടൈപ്പ് ഓഫ് സെയിൽസ് ഫോഴ്സ്, എത്ര പേര് വേണം, എത്ര എണ്ണം വേണം, അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റി ഉള്ളവർ വേണം, അതുപോലെ ടെറിട്ടറി ഡിസൈൻസും ചാനൽ സപ്പോർട്ട് ആൻഡ് കോർഡിനേഷൻസും, ഇതെല്ലാം നോക്കിക്കൊണ്ട് ഇതിലെല്ലാം തീരുമാനം എടുത്തുകൊണ്ട് നമ്മളൊരു സെയിൽസ് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യണം. ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. 3 steps ആയിട്ടായിരിക്കും ആ ഒരു പ്രോസസ്സ് പോകുന്നത്.
ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എ സൗണ്ട് മാർക്കറ്റ് അനാലിസിസ് ഈസ് ഓൾസോ എ പെർക്വിസിറ്റ് ടു ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഫോർ സെയിൽസ് സ്ട്രാറ്റജീസ്. അപ്പം നമുക്കറിയാം ഒരു മാർക്കറ്റ് അനാലിസിസ് വേണം അല്ലെ, നമ്മൾ മാക്രോ എൻവയോൺമെന്റ് അനാലിസിസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അനാലിസിസും ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു പെർക്വിസിറ്റ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ സ്പെസിഫിക്കലി ദ കമ്പനി വുഡ് നീഡ് ടു നോ കറന്റ് സൈസ് ആൻഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് മാർക്കറ്റ്, കൺസ്യൂമേഴ്സ് നീഡ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ട്രെൻഡ്സ് ഇൻ പർച്ചേസിംഗ് ബിഹേവിയർ, കോമ്പറ്റീറ്റർ അനാലിസിസ്. അപ്പൊ നമുക്കിവിടെ അറിയാം, ഒരു മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മാർക്കറ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, നന്നായിട്ട് പഠിക്കുവാണല്ലേ. നമ്മളൊരു സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മാർക്കറ്റിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. സോ ആ മാർക്കറ്റിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ അവിടെ അറിയേണ്ടത്? ആ മാർക്കറ്റിന്റെ സൈസ്, അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ്, ദെൻ ആ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിന്റെ നീഡ്സും ആറ്റിറ്റ്യൂഡ്സും ട്രെൻഡ്സും, ദെൻ കോമ്പറ്റീറ്റർ അനാലിസിസ്, കോമ്പറ്റീറ്റേഴ്സിന്റെ അനാലിസിസ് അല്ലെ. ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ പോലെ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് വിൽക്കുന്ന മറ്റു കമ്പനീസും എന്തായാലും കാണുമല്ലോ. സോ അവരെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയാം. ആ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി അനലൈസ് ചെയ്യണം. അവരെ പറ്റി എന്തൊക്കെ അനലൈസ് ചെയ്യണം? അവരുടെ കറന്റ് സ്ട്രാറ്റജീസ്, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരുടെ മാർക്കറ്റ് ഷെയർ എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമുക്കൊരു സെയിൽസ് സ്ട്രാറ്റജി അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Okay, then the sales related marketing decisions include, sales related ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഡിസിഷൻ ഓൺ വാട്ട് ടു സെൽ, whom to sell and the price. അതായത് എന്തൊക്കെയാണ് സെയിൽസ് റിലേറ്റഡ് മാർക്കറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ? എന്ത് സാധനം വിൽക്കണം, ആർക്കാണ് വിൽക്കേണ്ടത്, അതായത് എന്ത് സാധനം വിൽക്കണം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അതുപോലെ ആർക്കാണ് വിൽക്കുന്നത്, അതായത് നമ്മളുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആരാണ്, ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണോ, അതോ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ വിമൻസ് ആണോ, അല്ലെങ്കിൽ മെൻ ആണോ, അപ്പൊ അങ്ങനെ ആർക്കാണ് ഈ ഒരു സാധനം നമ്മൾ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസിഷൻ ഓൺ ദ പ്രൈസ്, എത്ര രൂപയ്ക്ക് ഇത് വിൽക്കണം. സോ ഈ 3 കാര്യങ്ങളും സെയിൽസ് റിലേറ്റഡ് മാർക്കറ്റിംഗ് ഡിസിഷൻസ് ആണ്. സോ ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് സെറ്റിംഗ് സെയിൽസ് ഒബ്ജക്റ്റീവ്സ്. സെയിൽസ് ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? സോ സെയിൽസ് ഒബ്ജക്റ്റീവ്സ് ആർ ഇന്റൻഡഡ് ടു ഡയറക്ട് ദ അവൈലബിൾ സെയിൽസ് റിസോഴ്സസ് ടു ദെയർ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസ്. ഇപ്പൊ സെയിൽസ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെയിൽസ് റിസോഴ്സസിനെ മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസിലോട്ട് എത്തിക്കുക. അപ്പൊ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സെയിൽസ് ആക്കുക, അല്ലെങ്കിൽ മാക്സിമം പ്രോഡക്റ്റ് സെൽ ചെയ്യുക. അതാണ് ഒരു സെയിൽസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഗോൾസ് ഉണ്ട് അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് ഗോൾസും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഗോൾസും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഗോൾസ്. സോ ദ ക്വാളിറ്റേറ്റീവ് ഗോൾസ് generally relate to strengthening dealer relationship, developing good consumer support, nullifying product misinformation, attaining desired corporate image. ഇപ്പൊ സെയിൽസ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണും? ക്വാളിറ്റേറ്റീവ് ആണല്ലേ, നമുക്ക് ന്യൂമറിക്കലി അളക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ഗോൾസ്. ക്വാളിറ്റേറ്റീവ് ഗോൾസിൽ എന്തൊക്കെ വരും? ഡീലർ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാം, അതുപോലെ കൺസ്യൂമർ സപ്പോർട്ട് അല്ലെങ്കിൽ കൺസ്യൂമർ റിലേഷൻഷിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള മിസ്ഇൻഫോർമേഷൻസ് ഇല്ലാതാക്കാം, അതുപോലെ നമ്മൾ ഡിസൈർ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ഇമേജ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ നമ്മൾക്ക് എത്തിച്ചേരാം. അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താ? ന്യൂമറിക്കലി ഉള്ള ഗോൾസ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യണം, മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യണം, അതുപോലെ ഓർഡേഴ്സ് അല്ലെ, നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഓർഡേഴ്സ്, ആളുകൾ ഓർഡർ ചെയ്യുന്നതൊക്കെ ഇൻക്രീസ് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ വരുന്നത്. സോ സെയിൽസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റേറ്റീവ് ഗോൾസും ക്വാണ്ടിറ്റേറ്റീവ് ഗോൾസും വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോണേ. ഗോൾസ് ക്യാൻ ബി സെറ്റ് ഫോർ ദ സെയിൽസ് ഓർഗനൈസേഷൻ ഇൻ ടേംസ് ഓഫ്, എന്തിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്? സെയിൽസ് വോളിയം ഇൻ യൂണിറ്റ്സ് ഓർ റുപ്പീസ്, സെയിൽസ് കോസ്റ്റ്, അക്കൗണ്ട് റിസീവബിൾസ്, ഇൻവെന്ററി ലെവൽസ്, ബേസിക് ഫങ്ഷൻസ്, ഡീലർ സപ്പോർട്ട്, ഫീഡ്ബാക്ക് ഇൻപുട്ട്. ഇതിന്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. സോ അത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ദി സൈസ് ഓഫ് ദ സെയിൽസ് ഫോഴ്സ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്? സെയിൽസ് ഫോഴ്സിന്റെ സൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം അല്ലെ. സെയിൽസ് ഫോഴ്സിന്റെ സൈസ് എന്ന് പറയുമ്പോൾ എത്ര പേരെ നമ്മൾ ജോലിക്ക് എടുക്കണം, അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺസ് ആയിട്ട് എത്ര പേരെ നമ്മൾ വെക്കണം. സോ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മോർ ദാൻ ദ റിക്വയർഡ് നമ്പർ വുഡ് മീൻ ദാറ്റ് ദ കമ്പനി ഈസ് ബിയറിംഗ് അൺനെസസറി കോസ്റ്റ്. നമുക്കറിയാലോ, നമുക്ക് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് പേഴ്സൺസിനെ എടുത്തു വെച്ചാൽ കമ്പനിക്ക് അൺനെസസറി കോസ്റ്റ് ഉണ്ടാകും അല്ലെ. കാരണം അവർക്ക് വെറുതെ നമ്മൾ സാലറി കൊടുക്കുവാണ്, അത് പറ്റില്ല. ദെൻ hiring less than the required would mean losing opportunity for exploiting sales prospects. എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളതിൽ കുറവ് ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, കുറവായിട്ടുള്ള ആൾക്കാരെയാണ് എടുക്കുന്നതെങ്കിൽ അതിനർത്ഥം
നമ്മളുടെ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റീസ് ലോസ് ചെയ്യുവാണ് അല്ലേ? കാരണം ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ റിക്വയർഡ് എമൗണ്ട് ഓഫ് പേഴ്സണൽ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളുടെ സെയിൽസ് ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. സോ ഈ ആവശ്യത്തിൽ കൂടുതൽ സെയിൽസ് പേഴ്സണൽസ് ആകരുത്, ആവശ്യത്തിൽ കുറവും ആകരുത്. നമുക്ക് എപ്പോഴും ആ ഒരു ഒപ്റ്റിമം ലെവലിൽ വേണം ആ ഒരു സെയിൽസ് പേഴ്സൺസ് നിൽക്കാനായിട്ട്. സോ കമ്പനീസ് ട്രൈ ടു അച്ചീവ് അറ്റ് ആൻ ഐഡിയൽ ഫിഗർ അല്ലെ ബൈ യൂസിങ് വേരിയസ് മെത്തേഡ്സ്. ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കമ്പനീസ് എന്ത് ചെയ്യുന്നു? ഒരു ഐഡിയൽ നമ്പറിൽ എത്തിച്ചേരുന്നു, ഐഡിയൽ സൈസിലോട്ട് അവർ എത്തിച്ചേരുന്നു. ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് ഈ പറഞ്ഞിരിക്കുന്ന സെയിൽസ് ഫോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇൻക്രിമെന്റൽ മെത്തേഡ് ഉണ്ട്, വർക്ക് ലോഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് പൊട്ടൻഷ്യൽ മെത്തേഡ്. ഈ 3 മെത്തേഡ്സ് ആണ് നമ്മളുടെ സെയിൽസ് ഫോഴ്സിന്റെ സൈസിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. എന്തൊക്കെയാണ്? ഇൻക്രിമെന്റൽ മെത്തേഡ്, വർക്ക് ലോഡ് മെത്തേഡ് ആൻഡ് സെയിൽസ് പൊട്ടൻഷ്യൽ മെത്തേഡ്. ദെൻ ഓർഗനൈസിംഗ് ദി സെയിൽസ് എഫേർട്സ്. സെയിൽസ് എഫേർട്സ് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ടെറിട്ടറി ഡിസൈൻ എന്ന് പറയുന്നത്. അവിടെ ഈ ടെറിട്ടറി ഡിസൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വൈൽ ക്രിയേറ്റിംഗ് ടെറിട്ടറീസ് സെയിൽസ് മാനേജേഴ്സ് ചൂസ് ഫ്രം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേസസ്. ഈ ടെറിട്ടറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് മാനേജേഴ്സിന് ഡിഫറെന്റ് ബേസസിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ആ ബേസസ് എന്ന് പറയുന്നത്? ജോഗ്രഫിക്കൽ ബേസും ഉണ്ട്, സെയിൽസ് പൊട്ടൻഷ്യൽ ബേസസും ഉണ്ട്. Geographical bases which utilize the existing geographical boundaries and assign them to the sales personnel. അതായത് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സെയിൽസ് പേഴ്സണൽസിനും ഓരോ ബൗണ്ടറീസ് അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. അതാ ടെറിട്ടറി ഡിസൈൻ അല്ലേ? അതായത് ഇപ്പം കുറച്ചു പേർക്ക് ഈ ഒരു ഏരിയയിലുള്ള സെയിൽസിന്റെ കാര്യങ്ങളാണ് അവർ നോക്കേണ്ടത്. അങ്ങനെ ഏരിയാസ് അനുസരിച്ച് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സെയിൽസ് പേഴ്സണൽസിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ജോഗ്രഫിക്കൽ ബേസിസ്. ഇനി സെയിൽസ് പൊട്ടൻഷ്യൽ ബേസിസോ സ്പ്ലിറ്റിംഗ് അപ്പ് എ കമ്പനീസ് കസ്റ്റമർ ബേസ് അക്കോർഡിംഗ് ടു ദ ഡിസ്പേർഷൻ ഓഫ് ഇറ്റ്സ് സെയിൽസ് പൊട്ടൻഷ്യൽ. അവിടെ സെയിൽസ് പൊട്ടൻഷ്യൽ ബേസിസ് ആണ്. അതായത് എത്രത്തോളം അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, സെയിൽസ് പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് ആ ഒരു കമ്പനിയുടെ കസ്റ്റമർ ബേസിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക അല്ലെ? സ്പ്ലിറ്റിംഗ് അപ്പ് എ കമ്പനീസ് കസ്റ്റമർ ബേസ്, അതായത് ഓരോ കസ്റ്റമേഴ്സിനെയും സെയിൽസ് പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റമേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരാൾ ഇത്രയും കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ നമുക്ക് സെയിൽസ് പൊട്ടൻഷ്യൽ ബേസിസ് എന്ന് പറയാനായിട്ട് പറ്റും. ദെൻ സർവീസിംഗ് റിക്വയർമെന്റ് ബേസിസ്. എന്താ ഈ സർവീസിംഗ് റിക്വയർമെന്റ് ബേസിസ്? കമ്പനി സ്പ്ലിറ്റ് അപ്പ് ഇറ്റ്സ് ടോട്ടൽ മാർക്കറ്റ് അക്കോർഡിംഗ് ടു സർവീസിംഗ് റിക്വയർമെന്റ്സ് ഓഫ് ഇറ്റ്സ് കറന്റ് ആൻഡ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. അതായത് സർവീസിംഗ് റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമേഴ്സ് സർവീസിംഗ് റിക്വയർ ചെയ്യാറുണ്ട് അല്ലെ? സർവീസിംഗ്സ് ഒക്കെ റിക്വയർ ചെയ്യാറുണ്ട്. സോ ഈ സർവീസിംഗ് റിക്വയർമെന്റ് അനുസരിച്ചിട്ട് കമ്പനി അവരുടെ ടോട്ടൽ മാർക്കറ്റിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സർവീസിംഗ് റിക്വയർമെന്റ് ബേസിസ് എന്ന് പറയുന്നത്. ദെൻ ഫൈനലി വർക്ക് ലോഡ് ബേസിസ്. എന്താണ് വർക്ക് ലോഡ് ബേസിസ്? It considers both the account potential and the servicing requirements, and in addition reflect the difference in workload created by topographical location and competitive factors. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ബേസിസും സർവീസിംഗ് റിക്വയർമെന്റും അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു വർക്ക് ലോഡിന്റെ ഒരു ബേസും കൂടെ പറയുന്നുണ്ടല്ലേ? ഈ മൂന്നിന്റെയും ബേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ നമുക്ക് വർക്ക് ലോഡ് ബേസിസ് എന്നും പറയാനായിട്ട് പറ്റും. ദെൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മാനേജിംഗ് ചാനൽ സപ്പോർട്ട്സ് ആൻഡ് കോർഡിനേഷൻ. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മാനേജിംഗ് ചാനൽ സപ്പോർട്ട് ആൻഡ് കോർഡിനേഷൻ? The channels of distribution usually act as the only point of contact the final buyer has with the manufacturer. അപ്പൊ നമുക്കറിയാം ഫൈനൽ ബയറും മാനുഫാക്ചററും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫൈനൽ ബയറിനെയും മാനുഫാക്ചററെയും ബന്ധിപ്പിക്കുന്നതെന്ന് പറയുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ? അപ്പൊ ഈ ഫൈനൽ ബയർ മാനുഫാക്ചറുടെ ആ ഒരു പ്രൊഡക്റ്റിലോട്ട് എത്തിച്ചേരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴിയാണ്. നമുക്ക് പല ചാനൽസ് ഒക്കെ നമുക്കറിയാം അല്ലെ? ഡിഫറെന്റ് പേഴ്സൺസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇപ്പം ഹോൾസെയിലർ, റീറ്റെയിലർ, സെല്ലർ, മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ബയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളുടെ ഫൈനൽ എൻഡ് ബയർ മാനുഫാക്ചറിങ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വേ എന്ന് പറയുന്നത്. സോ another key area of support is the provision of market feedback, that norms of which must be decided between the dealer network and the manufacturing organization. അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒക്കെ മാനുഫാക്ചറുടെ കയ്യിൽ എത്തുന്നതും ഈ പറഞ്ഞിരിക്കുന്ന ചാനൽസ് വഴിയാണ് അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വഴിയാണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി ദ മാനേജ്മെന്റ് ഓഫ് മാനുഫാക്ചറർ ഡീലർ കോർപ്പറേഷൻ ഇൻക്ലൂഡ്സ് എന്തൊക്കെ കാര്യങ്ങൾ വരും? ദ ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡീലർ ഇൻസെന്റീവ് പ്രോഗ്രാംസ് to stimulate distributive outlets to greater setting effort. അതായത് ഇപ്പം മാനുഫാക്ചറർ ഡീലർ കോർപ്പറേഷൻ അല്ലെ? മാനുഫാക്ചററും ഡീലറും തമ്മിലൊരു കോർപ്പറേഷൻ വേണം. നമ്മൾ പറഞ്ഞു ആ ഡീലേഴ്സ് ആണ് ആ മാനുഫാക്ചറെ എൻഡ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിക്കുന്ന ഒരു വഴി.
സോ ആ പറഞ്ഞ മാനുഫാക്ചറും ഡീലറും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ വേണം. അത് എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാം, എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഒരു അപ്രോപ്രിയേറ്റ് ഡീലർ ഇൻസെന്റീവ് പ്രോഗ്രാംസ് വെക്കാം അല്ലെ. ഡീലർ ഇൻസെന്റീവ് പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാ? ടു സ്റ്റിമുലേറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ഔട്ട്ലെറ്റ്സ്. ഇപ്പം ഡീലേഴ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിന് അത് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. സോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡീലർ ഇൻസെന്റീവ് പ്രോഗ്രാംസ് വെക്കാം. ഡിസൈഡിങ് അപ്പോൺ പ്രൊസീജിയേഴ്സ് ഫോർ ഷെയറിംഗ് ഇൻഫർമേഷൻ വിത്ത് ഡീലർ നെറ്റ്വർക്ക്. അതായത് ഇപ്പം എങ്ങനെയാണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെ പറ്റി തീരുമാനിക്കുന്നതും ഈ ഒരു ആസ്പെക്റ്റിൽ വരുന്നതാണ്. ഡിസൈഡിങ് അപ്പോൺ മെഷേഴ്സ് ടു എൻഷുർ ആൻഡ് പ്രൊമോട്ട് ഡീലർ ലോയൽറ്റി. അതായത് ഡീലറുടെ ലോയൽറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം, ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം. സോ ഈ പറഞ്ഞൊക്കെ എന്താണ്, ഒരു മാനുഫാക്ചർ ഡീലർ കോർപ്പറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ മാനേജിങ് എത്തിക്സ് ഇൻ സെയിൽസ് എൻവയോൺമെന്റ്. എന്താണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്? സെയിൽസ് എൻവയോൺമെന്റിലുള്ള എത്തിക്സിനെ പറ്റിയിട്ടാണ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒരു മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. എത്തിക് ഡിസ്ക്രൈബ്സ് ദ മോറൽ കണ്ടക്ട് ഓഫ് ബിഹേവിയർ. മോറൽ കണ്ടക്ട് ഓഫ് ബിഹേവിയർ ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഈച്ച് ഇൻഡസ്ട്രി ഈസ് കൺഫ്രണ്ടഡ് വിത്ത് യൂണിക് എത്തിക്കൽ ഇൻ സെയിൽസ് റിലേറ്റഡ് കോഡ് ഓഫ് എത്തിക്സ്. അതായത് ഓരോ ഇൻഡസ്ട്രീസിനും അവരുടേതായിട്ടുള്ള എത്തിക്സ് കാണും അല്ലെ. ഡിഫറെന്റ് ഇൻഡസ്ട്രീസിന് ഡിഫറെന്റ് എത്തിക്സ് കാണും. സോ എന്തൊക്കെ വരുന്നുണ്ട് അവിടെ? എത്തിക്സിന്റെ ആസ്പെക്റ്റിൽ വരുന്നതാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഫ്രോഡ് ആൻഡ് ഡിസെപ്ഷൻ, use of insider information, violation of secrecy agreements, falsification of sales accounts, then illegal payment abroad. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്? നമുക്ക് ഈ ഒരു എത്തിക്സ് അൺഎത്തിക്കൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. നമുക്കറിയാം അൺഎത്തിക്കൽ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ ഓവർ ഇൻവോയ്സിംഗ് ഉണ്ട്, ഇല്ലീഗൽ പൊളിറ്റിക്കൽ പേയ്മെന്റ്സ്, മൂൺലൈറ്റിംഗ്, ബ്രൈബ്സ്, ഗിഫ്റ്റ് ആൻഡ് കിക്ക് ബാക്സ്. ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ സെയിൽസിൽ അവർ കൊണ്ടുവരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് ആണ്. ഈ ഒരു അൺഎത്തിക്കൽ ആയിട്ടൊരു ബിസിനസ്, ആ ഒരു ബിസിനസ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന അൺഎത്തിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവർക്ക് അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ ലൈഫ് ലോങ്ങിൽ ആ ഒരു റെപ്യൂട്ടേഷൻ അവർക്ക് നഷ്ടപ്പെടും അല്ലെ. പിന്നെ ആ ഒരു റെപ്യൂട്ടേഷൻ കെട്ടിപ്പൊക്കി കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരിക്കും. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവരെപ്പോഴും എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്താൽ കൺസ്യൂമേഴ്സ് ലോയൽറ്റിയും കൺസ്യൂമേഴ്സിന്റെ ഒരു വിശ്വാസം ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സം സെയിൽസ് റിലേറ്റഡ് അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള അൺഎത്തിക്കൽ ബിഹേവിയേഴ്സിനെ പറ്റി നോക്കുവാണെങ്കിൽ എന്തൊക്കെ വരും? ഓഫറിംഗ് ബെറ്റർ പ്രൈസസ് ആൻഡ് ടേംസ് ഫോർ കസ്റ്റമേഴ്സ് ഹു ബൈ എക്സ്ക്ലൂസീവ്ലി ഫ്രം വൺ പേഴ്സൺ അല്ലെ. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് ബെറ്റർ പ്രൈസസും ഒക്കെ കൊടുക്കും, പ്രൈസിലൊക്കെ പ്രോഡക്റ്റ് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് ഡിഫറെന്റ് പ്രൈസ് ആയിരിക്കും. അതുപോലെ യൂസിങ് കൺസ്യൂമേഴ്സ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കോമ്പറ്റീറ്റേഴ്സ് ആക്ടിവിറ്റീസ്. കോമ്പറ്റീറ്റേഴ്സിന്റെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ കൺസ്യൂമേഴ്സിനെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കൺസ്യൂമേഴ്സുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അങ്ങ് പോവുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് നമ്മളുടെ ഓർഗനൈസേഷനെ പറ്റിയിട്ട് ഒരു ബാഡ് ഇമ്പാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ യൂസിങ് എക്സ്പെൻസ് അക്കൗണ്ട് ടു പേ ഫോർ പേഴ്സണൽ എക്സ്പെൻസ്. അത് അൺഎത്തിക്കൽ ആണല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം. നമ്മളുടെ ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്. ദെൻ ഓവർ സ്റ്റേറ്റിംഗ് ലിസ്റ്റ് പ്രൈസസ് ടു ഗിവ് എ കൺസ്യൂമർ റീഫണ്ട്. അതായത് കൺസ്യൂമേഴ്സിന് റീഫണ്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വില കൂട്ടിയിടുക, ദെൻ അതിന്റെ പ്രൈസ് കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതൊക്കെ ഒരു അൺഎത്തിക്കൽ ബിഹേവിയേഴ്സ് ആണ്. മിസ്ലീഡിംഗ് സമ്മൺ അബൌട്ട് പ്രോഡക്റ്റ് സേഫ്റ്റി ബൈ വിത്ത്ഹോൾഡിംഗ് ട്രൂ ഇൻഫർമേഷൻ. വിത്ത്ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റിന്റെ സേഫ്റ്റി, ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ അലർജറ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ആണെങ്കിൽ അത് പറയാതിരിക്കും അല്ലെ. അങ്ങനെ പറയാതിരിക്കുമ്പോൾ ആ ഒരു അത് മിസ്ലീഡിംഗ് ആണല്ലേ. ചിലപ്പോൾ അലർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺസിന് അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് വരാം. അപ്പൊ അത് എന്ത് ചെയ്തിരിക്കണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാതെ വെക്കുന്നത് എന്താണ്? അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സെയിൽസ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയറിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2022 ചോദിച്ചതാണ്. ഡിസ്കസ് ദ റോൾ ആൻഡ് നേച്ചർ ഓഫ് സെയിൽസ് ഫംഗ്ഷൻ ഇൻ മാർക്കറ്റിംഗ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു? മാർക്കറ്റിംഗിൽ ഉള്ള സെയിൽസിന്റെ റോള്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാർക്കറ്റിംഗിലുള്ള റോൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗും സെയിൽസും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ ഉള്ളിൽ വരുന്ന ഒരു ആസ്പെക്ട് ആണ് സെയിൽസ് എന്നും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. റോൾ ഓഫ് സെയിൽസ് ഫംഗ്ഷൻ ഇൻ മാർക്കറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട്
എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റേ അല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിക്കാം. കാര്യങ്ങൾ നമുക്ക് റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നേച്ചർ ഓഫ് സെയിൽസ് മാനേജ്മെന്റ് നോക്കി, ദെൻ എവല്യൂഷൻ, എങ്ങനെയാണ് ഈ സെയിൽസ് മാനേജ്മെന്റ് വന്നിട്ടുള്ളത്, റോൾ ഓഫ് സെയിൽസ് ഫംഗ്ഷൻ ഇൻ മാർക്കറ്റിംഗ്, അതാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സെയിൽസ് മാനേജ്മെന്റിലെ ഫോർമുലേഷൻ, സെയിൽസ് മാനേജ്മെന്റിന്റെ സെയിൽസ് സ്ട്രാറ്റജി ഫോർമുലേഷനും ആ ഒരു സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ്സിനെയും പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ സെയിൽസ് ഒബ്ജക്റ്റീവ് അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവും ക്വാളിറ്റേറ്റീവ് ഒബ്ജക്റ്റീവിനെയും പറ്റി നോക്കി. ദെൻ സെയിൽസ് ഫോഴ്സിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടെറിട്ടറി ഡിസൈൻസ് നോക്കി. അതുപോലെ തന്നെ ചാനൽ അല്ലെ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. എത്തിക്സ് ഇൻ സെയിൽസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്ന, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.